ഇന്ന് ഞാൻ നല്ലൊരു വെജിറ്റബിൾ സാലഡാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമാണ്. വെറും 3 മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സാലഡ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ ഇത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വെറും 3 ചേരുവകൾ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കുക്കുംബറിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിനെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതിൻ്റെ തൊലി ഞാൻ കളയുന്നില്ല കേട്ടോ. കുക്കുംബറിൻ്റെ തൊലി കളയുന്നില്ല. ക്യാരറ്റിൻ്റെ മാത്രം തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് തീരെ കനം കുറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കുക്കുംബറും കൂടി ചേർത്ത് കൊടുക്കാം. നീളത്തിലാണ് ചരിച്ച് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ തന്നെ അരിയണമെന്നൊന്നുമില്ല. ഞാൻ എങ്ങനെയാണ് അരിഞ്ഞെടുത്തതെന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവേ. പിന്നെ അരിയുമ്പോൾ നിങ്ങൾ കനം കുറച്ച് തന്നെ അരിയണം. ഒരുപാട് കട്ടിക്ക് അങ്ങ് അരിഞ്ഞ് വെക്കാതെ തീരെ കനം കുറഞ്ഞ് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ക്യാരറ്റും കുക്കുംബറും കൂടി ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മൂന്നാമത്തെ ചേരുവ എന്താണെന്ന് വെച്ചാൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമ്മൾ തൈരൊക്കെ ചേർത്ത് സാലഡ് തയ്യാറാക്കും. ഞാനിവിടെ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തവിക്ക് ഒരു തവിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരല്പം കുരുമുളകും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പം ഇവിടെ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ കുരുമുളകും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് സാലഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സാലഡ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും കഴിക്കാം. കാര്യം ഇതെല്ലാം വെജിറ്റബിൾ തന്നെയാണ്. നമ്മളിപ്പം ചേർത്ത് കൊടുത്ത മയണൈസ് ആണെങ്കിൽ പോലും അത് വെജിൻ്റെ കേട്ടോ, നോൺ വെജ് മുട്ടയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയിരിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും കഴിക്കാം. മുട്ട കഴിക്കാത്തവർക്കും ഈ ഒരു വെജിറ്റബിൾ സാലഡ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ഹെൽത്തിയുമാണ്. വൈകിട്ട് കഴിക്കാം, അതുപോലെ തന്നെ രാവിലെ കഴിക്കാം. പിന്നെ അതല്ലാതെ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈഡിൽ വെച്ചിട്ട് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു സാലഡ് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ മറക്കാതെ അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.